രാവിലെ തന്നെ കഞ്ഞിക്കലം പൊക്കി അടപ്പത്തിട്ടിട്ടുണ്ട്. ഒപ്പം അരിയും കഴുകി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് വൻപയർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണം. കുക്കറിനകത്തേക്ക് പയറെല്ലാം കഴുകി വാരിയിട്ട ശേഷം ഉപ്പും പച്ചവെളിച്ചെണ്ണയും വേവാനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് കുക്കർ അടപ്പത്തേക്ക് വെക്കാം. പിന്നെ ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാം. എൻ്റെ ഇളയ സന്തതിക്ക് വൻപയർ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ഇച്ചിരി ഉണക്കച്ചെമ്മീൻ വറുക്കാമെന്ന് കരുതി. അങ്ങനെ ചെമ്മീനെല്ലാം കിള്ളിയെടുത്ത നേരം കൊണ്ട് കഞ്ഞി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതേ അടുപ്പിൽ തന്നെ നമുക്ക് ഉണക്കച്ചെമ്മീൻ വറുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകിയിട്ട് അതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പ് പുരട്ടിയിട്ട് വറുക്കാനിട്ടിട്ടുണ്ട്. കുക്കർ ഞാൻ 3-4 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ആവി പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചതച്ച മുളകിലാണ് ഞാൻ വൻപയർ താളിച്ചെടുത്തേക്കണത്. അങ്ങനെ കറികളൊക്കെ എല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കും 2 പേരുടെ കറിപ്പാത്രത്തിലോട്ടും കറികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ 2 എണ്ണത്തിനും വേണ്ട. ഇന്നലെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച ബട്ടറിൻ്റെ അകത്ത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും ബട്ടറാണ് അവർ രാവിലെ കഴിച്ചത്. അങ്ങനെ 2 പേരും സ്കൂളിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് 2 പേർക്ക് ഉപ്പുമാവ് വേണ്ടാത്തതുകൊണ്ടിട്ട് അവർ പോയി കഴിഞ്ഞ ശേഷമുണ്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. അപ്പോൾ അവർക്കും വേണ്ട, എനിക്ക് ഒട്ടും വേണ്ട. ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ട് നേരെ തുണിയെല്ലാം വിരിച്ചിട്ട് താഴെ വന്ന് 1 ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ 2 മണിക്കൂർ ഫോൺ നോക്കി സമയം കളയണ പാത്രം.